അടുത്തിടെയൊന്നും കാണാത്ത തരത്തിലുള്ള വിഭാഗീയതയിലേക്കാണ് നീങ്ങുകയാണ്. പിണറായി വിജയനും ഗോവിന്ദനും ഒരു ഭാഗത്തും ദിനം പ്രതി ആളുകൾ കൂടുന്ന ഒരു വിഭാഗം മറുഭാഗത്തും ശക്തി പ്രാപിക്കുകയാണ്. എതിർചേരിയിലുള്ളവർ എം.എ. ബേബിയുടെ നേതൃത്വത്തിലാണോ അല്ല കണ്ണൂരിലെ പ്രബല നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണോ സംഘടിക്കുന്നതെന്ന് വ്യക്തമല്ല. എങ്കിലും അവരെല്ലാം പിണറായി വിരുദ്ധതയിൽ ഒറ്റക്കെട്ടായി കഴിഞ്ഞു. ഇനി പിണറായിയുടെ പടിയിറക്കമാണ്. പോകുമ്പോൾ ഗോവിന്ദനെയും ഒപ്പക്കൂട്ടാൻ പറയാതെ പറയുകയാണ് അവർ. പിണറായിയും സംഘവും പറയുന്നതെന്തും എതിർക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ തീരുമാനം. നമ്മൾ കുറച്ചു ദിവസമായി കാണുന്നത് പിണറായി വിജയന്റെ ചരിത്ര പ്രസംഗമാണ്. 2 മാസം മുൻപ് വരെ ഭരണത്തിലിരുന്ന് കട്ടുമുടിച്ച ഒരു വിഭാഗം ആളുകൾ പുതുതായി തുടങ്ങുന്ന ഒരു സർക്കാരിനെ കുറ്റം പറയുന്നത് കാണുമ്പോൾ ചിരി വരികയാണ്. അത് തന്നെയാണ് പിണറായി വിരുദ്ധരും പറയുന്നത്. പാർട്ടിയെ നശിപ്പിച്ച പിണറായിക്ക് ഇതൊന്നും പറയാനുള്ള അവകാശമില്ലെന്നും ഒഴിഞ്ഞു പോകണമെന്നുമുള്ള സൂചനയാണ് വിദഗ്ധർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ തിരഞ്ഞെടുത്ത വിഷയം വിഴിഞ്ഞമാണ്. അതായത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPM നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് ഒന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമനത്തിലും സർക്കാരിനൊപ്പം നിൽക്കുകയാണ് മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അഴിമതിയുണ്ടെന്ന് പറയാൻ താനില്ലെന്നും കരാർ ഭേദഗതിയൊന്നും അത്ര എളുപ്പമല്ലെന്നും EP ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ അഴിമതി ആരോപിച്ച് CPM ശക്തമായി നിലകൊള്ളുന്നതിനിടെയാണ് EP-യുടെ ഈ വേറിട്ട നിലപാട്. CPM നിലപാട് എന്നതിനുപരി ഗോവിന്ദന്റെയും പിണറായിയുടെയും മാത്രം നിലപാട് ഇതെന്ന് ആക്കി മാറ്റാനാണ് വിരുദ്ധരുടെ നീക്കം. ശക്തമായ ഭാഷയിലാണ് പിണറായി വിഭാഗത്തിനെതിരെ ജയരാജൻ തുറന്നടിച്ചത്. വിഴിഞ്ഞ വിഷയത്തിൽ വിവാദമുണ്ടാക്കുന്നത് കേരളത്തിന് ഒട്ടും ഗുണകരമല്ലെന്നും അത് പാർട്ടിക്ക് തിരിച്ചടിയാണെന്നും ജയരാജൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ആരെങ്കിലും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് വിശദീകരിക്കട്ടെ. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നും EP പാർട്ടിയെ തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയത് വലിയ ചർച്ചയ്ക്കാണ് വഴിതെളിച്ചത്. പിണറായി വിജയനും കൂടെ നിൽക്കുന്ന 1-2 സഖാക്കളും സർക്കാരിനെ വിമർശിക്കാൻ നിൽക്കുന്നത്. ഒന്ന് മരുമകൻ റിയാസ്, മറ്റൊരാൾ KK രാഗേഷ്. അവരെയും പിണറായി വിരുദ്ധർ ഉന്നം വെച്ചിരിക്കുകയാണ്. അതായത് വിഴിഞ്ഞം പദ്ധതിയുടെ ഓഹരി കൈമാറ്റത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങൾ ഉന്നയിച്ചതിനെയും ജയരാജൻ പുച്ഛിച്ചു തള്ളി. അത് ആക്ഷേപം ഉന്നയിച്ചവരോട് ചോദിക്കണം എന്നായിരുന്നു ജയരാജൻ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ വിവാദത്തിലേക്ക് പോയി അതിന്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് ഗുണകരമല്ല. നിലവിലുള്ള കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു കരാറുകാരന് മാത്രമായി ഭേദഗതി വരുത്താനോ പുറം കരാർ ഉണ്ടാക്കാനോ ആരെങ്കിലും പുതുതായി ഓഹരി ഉടമയാക്കി ചേർക്കാനോ കഴിയില്ല. ഇക്കാര്യങ്ങൾ അദാനി ഗ്രൂപ്പ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തർക്കമുണ്ടെന്ന് കരുതുന്നില്ലെന്നും EP ജയരാജൻ വിശദീകരിച്ചത് പിണറായി വിജയനുള്ള മറുപടിയാണ്. അതായത് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞതാണ് സത്യമെന്നും അനാവശ്യ വിവാദം പദ്ധതിയെ ബാധിക്കുമെന്ന് പിണറായിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ജയരാജൻ ചെയ്തത്. അതുപോലെ ദിവ്യ സയ്യരെ മറ്റേത് അദാനിക്ക് വേണ്ടിയാണെന്നുള്ള വിമർശനത്തെ ശൈലജയാണ് നേരിട്ടത്. സർക്കാർ വന്നാൽ അവർ നിയമിക്കുന്നതിന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് രാഗേഷിന് ശൈലജ മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ M.A. ബേബിയും പുത്തലത്ത് ദിനേശനും അടക്കമുള്ള കേന്ദ്ര നേതാക്കളും പിണറായിയുടെ പ്രവർത്തനത്തെയും വാക്കുകളെയും തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം വിഴിഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ CPM-ന്റെ തലതൊട്ടപ്പൻ ശിവൻകുട്ടിയും പിണറായി വിഭാഗത്തിനെതിരായി മാറിയിട്ടുണ്ട്. അങ്ങനെ പിണറായി വിജയനെ പാർട്ടി വിരുദ്ധനും വികസന വിരോധിയും ഒക്കെയാക്കി മാറ്റി സ്ഥാനഭ്രഷ്ടനാക്കാൻ ശക്തമായ നീക്കം CPM-ൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആദ്യം കാണാൻ പോകുന്നത് സതീശന്റെയല്ല പിണറായിയുടെ പടിയിറക്കം തന്നെയാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു.